നമസ്കാരം. ഡീപ് ഫോക്കസിലേക്ക് സ്വാഗതം. പൊതുവിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പ്രവണത കേരളത്തിൽ കൂടുകയാണോ? അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്താൽ സ്ത്രീകൾ പൊതുമണ്ഡലങ്ങളിൽ നിന്ന് ഒളിച്ചോടുമെന്ന് പുരുഷാധികാരം കരുതുന്നുണ്ടോ? സ്ത്രീകൾക്കെതിരെ മാത്രമാണോ ഇത്തരത്തിലുള്ള അധിക്ഷേപം? മറിച്ച് വിമർശിക്കുന്നവർ ആരായാലും അസഹിഷ്ണുത കാണിക്കുന്ന അവസ്ഥയിലേക്ക് മലയാളി മാറുന്നുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് ഡീപ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. ജെ ദേവിക, പ്രമുഖ സാമൂഹ്യ നിരീക്ഷക, ഒപ്പം ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ PM മനോജ്, പ്രീത GP, ഒപ്പം ശ്രീജ നെയ്യാറ്റിൻകര എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം സന്ധ്യ PP തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഫേസ്ബുക്ക് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പൊതുവിഷയങ്ങളോട് പ്രതികരിച്ചതിന്റെ പേരിൽ കടുത്ത അധിക്ഷേപങ്ങൾക്കിരയാവുന്ന സ്ത്രീകളുടെ എണ്ണം ദിവസം തോറും കൂടി വരികയാണ്. നടിയും ആക്ടിവിസ്റ്റുമായ അരുന്ധതി അടക്കം നിരവധി പേർ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് ഇരയായവരാണ്. തിരുവല്ല സ്വദേശിനിയായ പ്രീത നായരാണ് ഒടുവിലത്തെ ഇര. സുധാകരനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് മുതൽക്കാണ് പ്രീത നോട്ടപ്പുള്ളിയായത്. പിന്നീട് പ്രീതയിട്ട പോസ്റ്റുകൾക്കും കമന്റുകൾക്കുമൊക്കെ മോശം ഭാഷയിലുള്ള പ്രതികരണങ്ങളുണ്ടായി. മാത്രമല്ല, പ്രീതയെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഫേസ്ബുക്ക് പേജുകളുമുണ്ടായി. മകനെ പോലും ആക്ഷേപിക്കുന്ന കമന്റുകളും പോസ്റ്റുകളും ഫേസ്ബുക്കിൽ നിറഞ്ഞു കവിഞ്ഞു. പല വിഷയങ്ങളിലും എന്നെക്കാളും രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന പുരുഷന്മാരുണ്ട്. അവരോടുള്ള സമീപനമല്ല, അതിലും അല്പം ഡൈല്യൂട്ടായിട്ട് പ്രതികരിക്കുന്ന എന്നോടുള്ളത്. അഭിപ്രായം തുറന്നു പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾക്കെതിരെ വ്യാപകമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീക്ക് സ്വന്തമായ രാഷ്ട്രീയ നിലപാടുണ്ടാവുക, അത് അവരുടെ രീതിയിൽ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇത് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അത് തന്നെ പൊതു ഇടങ്ങളിൽ സ്ത്രീകളുടെ അഭിപ്രായങ്ങളോടുള്ള ഈ അസഹിഷ്ണുത ഞെട്ടലുണ്ടാക്കുന്നതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള സ്ത്രീകളുടെ പ്രതികരണത്തിന് ആരൊക്കെയോ ചേർന്ന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിധി ലംഘിക്കുന്നവരുടെ അനുഭവമാണ് നമ്മൾ ഈ കാണുന്നത്. ജനാധിപത്യ വിരുദ്ധമായ ഈ പൊതുബോധം വളർത്തിയെടുക്കുന്നതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ഉമ്മർ എടപ്പാളിനൊപ്പം സന്ധ്യ, മീഡിയ 1 കൊച്ചി. ജെ ദേവിക, PM മനോജ് എന്നിവർ തിരുവനന്തപുരം, കണ്ണൂർ സ്റ്റുഡിയോകളിലായുണ്ട്. ആദ്യം ജെ ദേവിക, ഇവിടെ ഇത് സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമായി മാറുകയാണോ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഒക്കെ തന്നെ ഇത് ഒരു പൊതു ഇടങ്ങളിൽ പ്രതികരിക്കുന്ന സ്ത്രീക്കെതിരായ ആക്രമണം മാത്രമായി ചുരുക്കി കാണേണ്ടതുണ്ടോ? അതോ പൊതുവെ ഒരു അസഹിഷ്ണുത സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ? സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ അത് ഏറ്റവും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് കേരളത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ മാറ്റം, സ്ത്രീകളിൽ ഒരുപാട് പേര് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിച്ചു. അവർ കേരളത്തിന് പുറത്തു പോയി പലപ്പോഴും പഠിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഒരുപാട് ബൗദ്ധിക ഇടങ്ങളിലേക്ക് സ്ത്രീകൾ കടന്നു ചെന്നു എന്നുള്ളതാണ്. പലരും ജീവിതത്തെ സംബന്ധിച്ചും, ജീവിതം മാത്രമല്ല, അവനവൻ്റെ ശരീരത്തെ എങ്ങനെ കൊണ്ട് നടക്കണം, അവളുടെ ശരീരത്തെ എങ്ങനെ കൊണ്ട് നടക്കണം എന്ന് കൂടി തീരുമാനിക്കുന്ന അവസ്ഥ വളരെ വ്യക്തമായിട്ട് വരുന്നു. ഇപ്പം ഫേസ്ബുക്കിൽ ഒരാളെ അളക്കുന്ന അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ്, പ്രസവിച്ച സ്ത്രീയാണ്, എന്നിട്ടും മുടി വെട്ടിയിരിക്കുന്നു, ഷർട്ട് ഇട്ടിരിക്കുന്നു, ഇതൊക്കെയാണ്. ഗൾഫിലിരിക്കുന്നവരാണത്ര ഇതിൽ ഏറ്റവും കാര്യമായിട്ട് ഇതിൽ കൂടിയിരിക്കുന്നത്. അതിൽ അതിശയമൊന്നുമില്ല. കാരണം ഗൾഫിൽ കുടിയേറുന്ന പുരുഷന്മാർ പലപ്പോഴും അതിൻ്റെ ഈ കണക്ക് വെച്ച് നോക്കിയാൽ, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കിയാൽ പലപ്പോഴും വിദ്യാഭ്യാസം കുറവുള്ളവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആത്മവിശ്വാസത്തോടെയും വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയ ഒരു ആന്തരിക ശക്തിയോടെയും ജീവിതത്തെയും പൊതുമണ്ഡലത്തെയും നേരിടുന്ന സ്ത്രീകളെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം വരും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഭാസം. തിരിച്ചു വരാം. ശ്രീ PM മനോജ്, ഇങ്ങനെ ഒരു സ്ത്രീ പ്രശ്നമായാണോ ഇതിനെ കാണേണ്ടത്? കഴിഞ്ഞ ദിവസം തന്നെ ശ്രീ തോമസ് ഐസക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ അതിൽ മിതത്വം പാലിക്കേണ്ടത്, അതിൽ മാന്യമായി പെരുമാറേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ പൊതുവെ ഒരു മിതത്വമില്ലായ്മ എല്ലാവരുടെയും കമന്റുകളിലുണ്ടോ? മറിച്ച് ഈ സ്ത്രീകളുടെ തന്നെ കമന്റുകളിലുണ്ടോ? നമ്മളിത് സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് കാണുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്തോ അതിൻ്റെ ഒരു ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത്. സമൂഹത്തിൽ സ്ത്രീ എങ്ങനെ അരക്ഷിതാവസ്ഥ നേരിടുന്നു, എങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നു, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്യൂരിഫൈ ചെയ്ത് എടുത്ത ഒരു വിഭാഗമല്ല, മറിച്ച് ഒരു വലിയ ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളും ഇടപെടുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണ ആൾക്കൂട്ടത്തിൽ ഒരു ചന്തസ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മൈതാനിയിൽ അല്ലെങ്കിൽ റോഡിൽ
അവിടെ ഉണ്ടാകുന്ന എല്ലാവിധ തിന്മകളും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഇപ്പോഴ് നമ്മൾ പലപ്പോഴും ഇതിൽ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇടെ ഈ 66A എന്ന നിയമം, ആ നിയമം നമുക്കറിയാം. ബാൽ താക്കറെ മരിച്ചപ്പോൾ എന്തിന് ഹർത്താൽ, എന്തിന് ബന്ദ് എന്ന് ചോദിച്ച കുട്ടികളെ അടക്കം ജയിലിൽ അടക്കാൻ പര്യാപ്തമായൊരു നിയമമായിരുന്നു. ആ നിയമം മാറ്റിയപ്പോൾ എന്തുമാകാം എന്നൊരവസ്ഥ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ നേരിട്ട് അത് തെറിവിളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് പിന്നെ ഈ സ്ത്രീകളെ ഏതൊക്കെ തരത്തിൽ അപമാനിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിൽ കടന്നു കയറുന്ന, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഒപ്പിയെടുത്ത് അവരെ പ്രദർശന വസ്തുവാക്കുന്ന എന്തൊക്കെ പ്രവണതകൾ ഈ മീഡിയയിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. അങ്ങനെ ആത്മഹത്യകൾ ഉണ്ടാകുന്നു, അങ്ങനെ ആളുകൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നു. ഇതൊരു വലിയ സാമൂഹ്യ വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് എനിക്ക്. പക്ഷേ ശ്രീ പി എം മനോജ്, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ ആധാരമായ പ്രീതയുടെ കാര്യത്തിൽ അവിടെ ജി സുധാകരനെതിരെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കമന്റിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിനാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. അതിനാണ് ഞാൻ കൃത്യമായ ഒരു മറുപടി പറഞ്ഞത്. പ്രീത GP ജി സുധാകരനെതിരെ മാത്രമല്ല, പ്രീത GPയുടെ പല കമൻറ്റുകളും നേരത്തെ പറഞ്ഞതുപോലെ അതിരുവിട്ട വാക്പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും ഞാൻ തടസ്സം പറയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായത് RSSനെതിരെ ഉണ്ട്, അതുപോലെ മറ്റ് അവർ എതിർക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ പല രാഷ്ട്രീയ കക്ഷികൾക്കുമെതിരെയുണ്ട്, വ്യക്തികൾക്കെതിരെയുണ്ട്. അപ്പോൾ ഇതൊരു അവസരമാക്കി എടുത്ത്, ഞാൻ പറഞ്ഞല്ലോ ആൾക്കൂട്ടമാണെന്ന്, ആൾക്കൂട്ടത്തിൽ നിന്ന് പലപ്പോഴും പലതരത്തിലുള്ള ആക്രമണമുണ്ട്. ഇതേതെങ്കിലും ഒരു കക്ഷി തീരുമാനിച്ച് ഇന്നയാളെ ആക്രമിച്ചത് കൊണ്ട് പ്രത്യാക്രമണം നടത്തിക്കളയാം എന്ന് പറഞ്ഞ് നടത്തുന്നതല്ല, മറിച്ച് ഇതൊരവസരമാക്കി പ്രീത GPയുടെ പല ഇടപെടൽ എനിക്കവരറിയില്ല. ഇപ്പോൾ ഈ കണ്ടു, അവർ നേരിട്ടിപ്പോൾ ഇതിൽ കാണുന്നുണ്ട്. അവരുടെ പല ഇടപെടലുകളിലും അസ്വസ്ഥത പൂണ്ട മറ്റു പല ആളുകളും ഇതിലാകുമ്പോൾ ഈ വ്യാജമായ ID ഉണ്ടാക്കുക, അങ്ങനെ വ്യാജമായ ഇടപെടൽ, ആളുകളുടെ സ്വത്വം മറച്ചു വെച്ചുകൊണ്ടുള്ള ഇടപെടൽ, ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്ന ഇടപെടൽ. പ്രീത, ഇതിൽ സംഘടിതമായ ഒരു ആക്രമണത്തിന്റെ സ്വഭാവമുണ്ടോ? ഹലോ പ്രീത, കേൾക്കാമോ? പറയൂ. സംഘടിതമായി ആക്രമിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം നമ്മുടെ പല സമയത്ത് നമ്മൾ പല ആശയധാരകളോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ ആശയധാരകളെല്ലാം കൂടി ഒന്നിച്ച് ഒരിടത്തിലെത്തിയതാണ് ഇപ്പൊ എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ എല്ലാവരും ഒന്നിച്ച് ആക്രമണത്തിന് വരുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം എന്നെക്കാളും രൂക്ഷമായ ഭാഷയിൽ എന്നെക്കാളും ശക്തമായിട്ട് ആക്ഷേപഹാസ്യം ഉപയോഗിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന പുരുഷന്മാർ 100ഓളം പ്രൊഫൈലുകൾ എനിക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ അവരെയൊന്നും എന്നെ നേരിട്ടതുപോലെ നേരിടുന്നില്ല. യെസ്, തിരിച്ചു വരാം. ജയദേവിക, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ശ്രീ പി എം മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ സമൂഹത്തിൽ പൊതുവെ നിലനിൽക്കുന്ന ഒരു പുരുഷാധിപത്യ പ്രവണത അതുണ്ട്. അത് തെരുവിലും മറ്റിടങ്ങളിലും ഒക്കെ കാണും. അപ്പോൾ ഈ ആൾക്കൂട്ടം അങ്ങനെയൊക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നു എന്ന അവസ്ഥ. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഒരു നിയന്ത്രണം സാധ്യമാവുക? ഒന്ന്, നല്ല കട്ടിയുള്ള തൊലി ഉണ്ടാവുക എന്നുള്ളത് അത് പ്രധാനമാണ്. കാരണം നമ്മൾ ആലോചിച്ചു, ഞാനിങ്ങനെ ഇത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു, ഇത്തരം ആക്രമണം കേരളത്തിൽ ആദ്യം നേരിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനത്തിനെ ഇതുപോലെ ആക്രമിച്ചത് മറ്റാരുമല്ല, ഇവിടുത്തെ വലിയ വലിയ കൊമ്പുകെട്ടിയ സാഹിത്യകാരന്മാർ. പിന്നീട് രാജലക്ഷ്മി ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നു. ദേവിക, അത് മറ്റൊരു സാഹചര്യം. പക്ഷെ ഇതിനോട് താരതമ്യം ചെയ്യാവുന്നൊരു സംഭവം ശരിക്ക് ലളിതാംബിക അന്തർജനം ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ കഠിനമായി ഇവിടുത്തെ വലിയ പുരോഗമന ബുദ്ധിജീവികളാൽ ആക്രമിക്കപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പുതിയ കാര്യം അല്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഒന്നാമത് ചെയ്യേണ്ടത് കട്ടിയുള്ളൊരു തൊലി ഉണ്ടാവണം, അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് സംഘടിതമായിട്ട് നമ്മൾ ഇതിനെ നേരിടാൻ ശ്രമിക്കുകയാണെങ്കിൽ ശരിക്കും ഷെയ്മിങ്, കാരണം പഴയ പോലെയല്ല, ഇതൊന്നും വ്യാജ പ്രൊഫൈലുകളൊന്നും അല്ല. ഇപ്പോഴത്തെ ആക്രമണങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് വ്യാജ പ്രൊഫൈലുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ആൾക്കൂട്ടം ആണ് എന്നുള്ള ധൈര്യത്തിന്മേൽ ശരിക്കുള്ള പേരുകളും ചിത്രങ്ങളും പ്രൊഫൈലുകളും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ അതൊക്കെ ശേഖരിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരുടെ വീടുകളിൽ പോയി അവരുടെ കുടുംബക്കാരോട് സംസാരിക്കുക. കാരണം ഇതൊക്കെ ഈ ഏറ്റവും ജുവനൈലായിട്ടുള്ള ഒരു തരം പ്രവർത്തനം. ചെറിയ കുട്ടികൾ, അതായത് ഈ യൗവനത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പുള്ള ചില കുട്ടികൾ കാണിക്കുന്ന തരത്തിലുള്ള പലതരം അരക്ഷിതാവസ്ഥകളും ഭീതിയും ഒക്കെയാണ് സാധാരണ ഇത്തരം പെരുമാറ്റങ്ങളിലൊക്കെ കലാശിക്കുക. പറഞ്ഞപോലെ വളർന്ന് മുതിർന്ന ജോലിയായ ശേഷം ഞാൻ തിരിച്ചെത്താം വളരെ പെട്ടെന്ന്. ശ്രീ പി എം മനോജ് തുടരുക, ഇടവേളയ്ക്ക് ശേഷം. ഡി ഫോക്കസ് തുടരുന്നു. ജയദേവിക, പി എം മനോജ്, ഒപ്പം പ്രീത ജി പി എന്നിവർ ചേരുന്നു. ശ്രീ പി എം മനോജ്, ഈ ഇടങ്ങളെ നിയന്ത്രിച്ചാൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളെ നിയന്ത്രിച്ചാൽ, 66A ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നിയന്ത്രിച്ചാൽ നമ്മൾ പറയും ഭരണകൂടം ഇടപെടുന്നു, നമ്മുടെ ആവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഇടപെടുന്നു എന്നൊക്കെ. നിയന്ത്രിക്കാതിരുന്നാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ, അപ്പോൾ നമ്മൾ പറയും നമുക്കെതിരെ ആക്ഷേപം വന്നാൽ പോലീസിനെ വിളിക്കാനും പറയും. ഇതിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ലേ? എവിടെയാണ് ഈ സ്വാതന്ത്ര്യങ്ങൾ വരേണ്ടത്? എവിടെയാണ് പരിധികൾ നിശ്ചയിക്കേണ്ടത്? അതിനു മുമ്പ് ഞാൻ ഈ ഒരു സ്ത്രീ അല്ല എന്ന് എന്നെ കണ്ടാൽ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത്, യഥാർത്ഥത്തിൽ എനിക്ക് വരുന്നത് പോലുള്ള തെറിവിളി ചിലപ്പോൾ മറ്റാർക്കും വന്നു കാണില്ല. ഞാൻ വളരെ ശക്തമായിട്ടും അല്ലെങ്കിൽ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരാളാണ്. എൻ്റെ പ്രൊഫൈലിൽ ഒരു ദിവസം വരുന്ന തെറികൾ സമാഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭരണി ഉത്സവം എല്ലാ ദിവസവും നടത്തേണ്ടി വരും. അതൊരു സ്ത്രീ ആയതുകൊണ്ടല്ല ഞാനത് പറഞ്ഞത്. ഈ സ്ത്രീ ആയാലും പുരുഷനായാലും ഇത്തരം ആക്രമണങ്ങൾ വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. ഒന്ന്. രണ്ട്, ഇതിന് ഉള്ള നിയന്ത്രണം, ആ നിയന്ത്രണം ഇപ്പോൾ ഒരാൾ കോൺഗ്രസിൻ്റെ ഒരു കൊടി, അല്ലെങ്കിൽ CPMൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു കൊടി, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ അതായിരിക്കും. ഈ പ്രൊഫൈൽ പിക്ചറും കൊണ്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ കോൺഗ്രസ് ആണ്, ഇവൻ CPM ആണ്, അല്ലെങ്കിൽ ഇവൻ RSS ആണ് എന്നങ്ങ് സ്ഥാപിക്കപ്പെടുകയാണ്. പിന്നെ ഈ പ്രത്യേക വ്യക്തി, അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, അവർ പറയുന്നതെന്തും ഈ കൊടിയുടെ ആ പ്രസ്ഥാനത്തിൻ്റെ ചെലവിൽ വരികയാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത്തരം സംഭവങ്ങൾ അനുവദിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച രീതിയിൽ സഖാവ് തോമസ് ഐസക് ശക്തമായിട്ട് പറഞ്ഞത്. കാരണം CPMൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾക്ക് കൃത്യമായ ധാരണ വേണം. അവരൊരിക്കലും ഈ നേരത്തെ ദേവിക പറഞ്ഞതുപോലെ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി തെറി വിളിക്കുന്നവരാകരുത്. പ്രീത ഒരു തെറി വിളിച്ചാൽ അതേ തെറി അങ്ങോട്ട് വിളിക്കണം എന്ന് തോന്നുന്നവരാകരുത്. ചിലപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും രൂക്ഷമായ വാക്കുകളൊക്കെ പ്രയോഗിച്ചിരിക്കും. അത് സാന്ദർഭികമാണ്. ആ സന്ദർഭത്തിനനുസരിച്ചാണ് അതിന് രൂക്ഷത വരിക, അല്ലെങ്കിൽ അത് ലൈറ്റ് ആവുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ അത് ഈ എഴുതി ഇപ്പോൾ ഇത് ഒരു നിയന്ത്രണവുമില്ലാത്ത സ്വയം പ്രകാശനത്തിനുള്ള സ്വതന്ത്ര അവസരമാണല്ലോ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പരിധി സ്വയം നിശ്ചയിക്കാൻ പര്യാപ്തമായ സാമൂഹിക ബോധം, ആ ബോധമില്ലായ്മയാണ് പ്രശ്നം. അത് സമൂഹത്തിൻ്റെ പൊതുവായ പ്രശ്നമാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു നിയമം കാട്ടി നിയന്ത്രിക്കാൻ കഴിയില്ല. അവബോധമുണ്ടാകണം. നേരത്തെ ദേവിക പറഞ്ഞതുപോലെ തെറി വിളിക്കുന്ന ആളിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഈ തെറിയല്ലേ വിളിച്ചത് എന്ന് ചോദിക്കാനുള്ള സന്നദ്ധത ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താൻ കഴിയുകയും വേണം. അല്ലാതെ ഇതിപ്പോൾ എന്താ ഉണ്ടാവുന്നതെന്നറിയോ? ഈ പ്രീത ജി സുധാകരനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു എന്നത് ചില CPMകാരെയൊക്കെ വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടാവും. അവർ പ്രതികരിച്ചിട്ടുണ്ടാവും. പ്രീത GPയുടെ പഴയ പല പോസ്റ്റുകളും കണ്ട് അതിൽ വന്ന വാക്കുകളൊക്കെ തിരിച്ചുപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഈ അനോണിമിറ്റി, അത് തങ്ങൾ ആരാണ് എന്ന് പുറത്തു കാണിക്കാൻ താല്പര്യമില്ലാതെ വ്യാജ പ്രച്ഛന്ന പേരുകളിൽ ഈ രംഗത്ത് ഇടപെടുന്ന മറ്റു ചില ശക്തികൾ ഈ ഇത്തരം ആക്രമണത്തിന് മുന്നിൽ നിന്ന ആളുകളുടെ വ്യാജ പ്രൊഫൈൽ അടക്കം ഉപയോഗിച്ച് പ്രീത GP ആക്രമിക്കുകയും അത് ജി സുധാകരൻ്റെ ചെലവിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ, ഇപ്പോൾ സുധാകരൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് CPM എന്ന് ഓർമ്മ വരും. യഥാർത്ഥം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായവരും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. ഉണ്ടാവാം. ജയദേവിക, ഇവിടെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള കാര്യം തന്നെയാണ്. അശ്ലീല പദങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. അത് ഉപയോഗിക്കാമോ, അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ സന്ദർഭവും ഔചിത്യവും ഒക്കെ ഉണ്ടാവും. ഉപയോഗിക്കരുതെന്നല്ല പറയുന്നത്. പക്ഷേ അത് വളരെ വ്യാപകമായി തന്നെ ഉപയോഗിച്ച് വരുന്നു, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അപ്പോൾ സ്ത്രീ ഒരു അശ്ലീല പദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുരുഷബോധമുണ്ട്. ഇവൾക്കെതിരെ അശ്ലീലം പ്രയോഗിക്കാം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള അശ്ലീലം പ്രയോഗിക്കാം എന്ന പുരുഷ അധികാര ബോധമൊക്കെ ഉണ്ടാവാം. അത്
എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടേണ്ടത് ഇത്തരം വാക്കുകളെ? ഇല്ല, കേരളത്തിലുള്ള ഒരു വലിയ പ്രശ്നം ഒരുപാട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ ഒരു 10-15 വർഷമായിട്ട് കേരളത്തിലുള്ള ഒരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ, ജനാധിപത്യത്തെ സംബന്ധിച്ചിട്ടുള്ള പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഇടങ്ങൾ ചുരുങ്ങി വരുന്നു എന്നുള്ളതാണ്. അതെന്തായാലും നമ്മുടെ പൊതു ചർച്ചകളുടെ ഭാഷയെ ബാധിക്കാതിരിക്കില്ല. അപ്പം പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാവുന്ന, വളരെ രൂക്ഷമായി തന്നെ നടത്താവുന്ന വിമർശനം, അതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന വാക്കുകൾക്ക് പകരം വളരെ മോശമായ, അല്ലെങ്കിൽ വെറും ഈ പറഞ്ഞ പ്രശ്നത്തെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുന്ന തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. പലരോടും ഞാൻ ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുന്ന പലരോടും സംസാരിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, അവർ സത്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള ആക്രമണമല്ല ഉദ്ദേശിച്ചത്, അവർ ഉദ്ദേശിച്ചത് കുറെ കൂടെ വിശാലമായ ഒരു സാമൂഹിക വിമർശനമാണെന്ന്. പക്ഷെ അവർക്ക് അതിനുള്ള വാക്കുകളില്ല. ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരം അധിക്ഷേപത്തിൻ്റെ വാക്കുകൾ മാത്രമാണ്. ഇതൊരു പൊതു പ്രശ്നമാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു പുരുഷ ഭാഷ എങ്ങനെയാണെങ്കിലും സമൂഹത്തിൽ ഉണ്ടെന്നാണ്. അതിൽ നിന്ന് ആർക്കും രക്ഷയില്ല. അത് തീർച്ചയാണ്. ഒരു സ്ത്രീ ഒരു തെറി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ശിക്ഷിക്കാൻ തന്നെ ഒരു 100 തെറി തിരിച്ച് പ്രയോഗിക്കുന്ന രീതി സർവ്വസാധാരണമാണ്, അല്ലെന്നല്ല. പിന്നെ ഈ കൂട്ടം കൂടി ആക്രമിക്കുന്നത് ഇപ്പോൾ ഒരു രീതിയാണ്. ഇപ്പം നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ KR മീരയ്ക്ക് എതിരെ നടക്കുന്ന ആക്രമണം, അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പൊതുമണ്ഡലത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന സാഹിത്യ പൊതുമണ്ഡലത്തിലാണ് അത് നടക്കുന്നത്. അത് തന്നെ ആ ചർച്ച തന്നെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കൂട്ടം ചേർന്ന് ഒരു സ്ത്രീയെ ആക്രമിക്കുക എന്നുള്ള ഒരു രീതി വളരെ സാധാരണയായി വരികയാണ്. അതിൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേകതരം അരക്ഷിതാവസ്ഥയാണ്. അല്ല ജയദേവിക, അവിടെ PM മനോജ് പറയുന്നത് സ്ത്രീക്ക് മാത്രമല്ല, PM മനോജിന് അതിൽ കൂടുതൽ തെറിവാക്കുകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. അല്ല, തെറിവാക്കുകൾ വരുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഹെയ്റ്റ് പേജ്, അതായത് ആ സ്ത്രീയെ കൂട്ടം ചേർന്നുള്ള ആക്രമണം തെറിവാക്കുകളിലൂടെ മാത്രമല്ല, മറിച്ച് അവരെക്കുറിച്ച് പല ഹെയ്റ്റ് പേജുകൾ ഉണ്ടാകുന്നു. ഒരാളെക്കുറിച്ചൊരു ഹെയ്റ്റ് പേജ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരെക്കുറിച്ചുള്ള ചിത്രങ്ങൾ, അവരാണ് എന്നുള്ള മട്ടിലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അവരെ വെറും ഒരു ലൈംഗിക വസ്തുവായി ചുരുക്കാനുള്ള ശ്രമങ്ങളാണ്. പ്രീതയ്ക്കും ഇന്ന് അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. മകനെ കൂടി അതിനകത്തേക്ക് വലിച്ചഴിക്കപ്പെടുകയുണ്ടായി. പ്രീത, ഇവിടെ താങ്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അത് വളരെ ശക്തമായി തന്നെ അത് നിലനിൽക്കുമ്പോഴും, അത് നമ്മൾ വലിയ ചർച്ചയാക്കുമ്പോഴും, G. സുധാകരനെതിരെ ഉയർത്തിയ വിമർശം, അത് വാക്കുകൾ ചിലയിടത്ത് അതിര് കടന്നു എന്ന് സ്വയം തോന്നുന്നുണ്ടോ? കടന്നു എന്നുള്ളത്, വിഡ്ഢി കൂഷ്മാണ്ഡം ഉള്ള ഒരു വാക്ക് എങ്ങനെയാണ് അത്ര അതിര് കടന്ന വാക്കാകുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതിനനുസരിച്ച് കൃത്യമായി ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സ്ത്രീയുടെ വസ്ത്രത്തിലൊക്കെ സംസ്കാരം തകർന്നു പോകുമെന്ന് പൊതുവിടത്തിൽ വിളിച്ചു പോകുമ്പോൾ എനിക്ക് വിഡ്ഢി കൂഷ്മാണ്ഡം എന്നല്ലാതെ വിളിക്കാൻ വേറെ ഭാഷയില്ല. കാരണം ഇവിടുത്തെ ഭാഷകളെല്ലാം സ്ത്രീവിരുദ്ധമാണ്. ഇതുപോലുള്ള പറയാനുള്ളതല്ല. എനിക്ക് പിന്നെ പറയാവുന്ന ഏറ്റവും ഡൈല്യൂട്ട് ആയിട്ടുള്ള കാര്യം വിഡ്ഢി കൂഷ്മാണ്ഡം തന്നെയായിരുന്നു. അതായത് മുടി മുറിച്ചിട്ട സ്ത്രീകളെ അപഹസിക്കുക. അപ്പൊ സുധാകരൻ അല്ല പ്രീത, G. സുധാകരൻ വിഡ്ഢിത്തമാണ് പറയുന്നത് എന്ന് പറയുന്നു, G. സുധാകരൻ ഒരു വിഡ്ഢി കൂഷ്മാണ്ഡമാണ് എന്ന് പറയുന്നു. രണ്ടല്ലേ? അതിലെ ഒരു രണ്ടല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അയാള് വിഡ്ഢിയായ ഒരാളെ വിളിക്കാൻ വിഡ്ഢി കൂഷ്മാണ്ഡം എന്നുള്ള ഒരു പദം ഞാൻ ഉപയോഗിച്ചു. ശ്രീ PM മനോജ്, കുഴപ്പമുണ്ടോ? അല്ല, അത് നമ്മൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പലപ്പോഴും അസ്വാഭാവികവും അസാധാരണവുമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചില ആളുകൾ പുരികം മുഴുവൻ പഠിച്ചു വരും, അല്ലെങ്കിൽ മുടി മൊട്ടയടിക്കും, അതല്ല മറ്റ് വിചിത്രമായ വസ്ത്രധാരണ നടത്തും, ചിലർ ഈ സ്ട്രീക്കിംഗ് നടത്തും. ഇതൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ. അതുപോലെ ചില തെറിവാക്കുകൾ വിഡ്ഢി എന്ന് വിളിക്കുന്നതിന് പകരം വിഡ്ഢി സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് ഒരു പുതിയ സംഭവം, അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും വ്യാപാരമാണല്ലോ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ലൈക്ക്, കൂടുതൽ ഷെയർ, ഇതൊക്കെ കിട്ടാൻ ഇങ്ങനെ ചില പ്രയോഗങ്ങളും വേണ്ടി വരും. അത് ജയദേവിക, പ്രീത, ഡി ഫോക്കസിലേക്ക് ഒരു ഇടവേള. ഡി ഫോക്കസ് തുടരുന്നു. ആദ്യം ജയദേവികയിലേക്ക്. ജയദേവിക, ഇവിടെ ലൈക്കിന്റെയും കമന്റിന്റെയും വ്യാപാരം എന്നാണ് PM മനോജ് പറഞ്ഞത്. ആ വ്യാപാരത്തിൽ നമുക്ക്
വിൽപ്പന മൂല്യം കൂട്ടാൻ വേണ്ടി നമ്മൾ അതിരുകൾ വിടുന്നുണ്ടോ? അത് കഴിഞ്ഞ് ആക്രമണം വരുമ്പോൾ നമ്മൾ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ഈ ലൈക്കിനും അതൊരു അസംഷനാണ്. അതായത് പൊതുകാര്യങ്ങളിൽ താല്പര്യം എടുത്ത് ഫേസ്ബുക്കിൽ എഴുതുന്ന സ്ത്രീകൾ ഇന്നലെ പെട്ടെന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി എഴുതുന്നവരാണെന്നുള്ളത് നമ്മൾ നടത്തുന്ന ഒരു ആരോപണമാണ്. അത് തെളിയിക്കണം, അല്ലാതെ ചുമ്മാ പറ്റില്ല. അപ്പോൾ അത് തെളിയിക്കുകയാണെങ്കിൽ ശരി, ഞാൻ സമ്മതിച്ചു, ഈ ലൈക്കിന് വേണ്ടി മാത്രം എഴുതുകയാണ്. സ്ത്രീകളെന്ന് പി എം മനോജ് പറഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാവരും ഇടപെടുന്ന എല്ലാവരും എന്ന അർത്ഥത്തിലായിരിക്കില്ലേ ശ്രീ പി എം മനോജ്? ആരായാലും അല്ലെ, ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് യൂസറാണ്, ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, മറ്റുള്ളവരെല്ലാവരും, അത് ആണായാലും പെണ്ണായാലും ആരായാലും ഈ കുറച്ച് ശക്തമായ ഭാഷയിൽ, ശക്തം എന്നല്ല, കുറച്ച് കടുത്ത ഭാഷയിൽ എഴുതുന്നവരൊക്കെ തന്നെ എന്തോ ഒരു പബ്ലിസിറ്റിയുടെ പുറകെ നടക്കുന്നവരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരിയാണ്, പൊതുരംഗത്ത് ഇടപെട്ട് പരിചയം കൂടുതലുള്ളവർ കുറച്ച് പരിചയം കുറഞ്ഞവരോട് കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറുകയും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്താൽ അവർ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ശ്രീ പി എം മനോജ് പറഞ്ഞത്. ജയദേവിക, അവിടെ പി എം മനോജ് പറഞ്ഞത് എല്ലാവരും ഒരുപോലെയാണ് എന്ന രീതിയിലല്ല, അപ്പോൾ ചില മേമ്പൊടികൾ ചേർക്കുന്നുണ്ടാകും എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹം തന്നെ വിശദീകരിക്കും. എന്റെ ചോദ്യം അതല്ല, ആക്രമണം വരുമ്പോൾ മാത്രം നമ്മൾ പോലീസിനെ വിളിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ? അല്ല, ആക്രമണം വരുമ്പോൾ മാത്രം പോലീസിനെ വിളിക്കുന്നത് വലിയൊരു പാപമൊന്നും അല്ല. അത് ഞാൻ പോലീസിൻ്റെ ധർമ്മം എന്ന് പോലീസിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ നാട്ടിൽ നീതി നടപ്പാക്കാവുന്ന അവസ്ഥയൊന്നും നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവർക്ക് ഇതുപോലത്തെ ഒരു സാഹചര്യം വന്നാൽ അവരെന്തായാലും പോലീസിനെ വിളിക്കും. അതൊരു വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് സ്വയം സഹായിക്കാനും സ്വയം രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടാനും അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാനുമുള്ള ആ ഒരു എക്സ്പോഷർ കേരളത്തിൽ ഇനിയും കിട്ടാനുണ്ട്. സ്ത്രീകൾ അത് വലിയ പ്രശ്നം തന്നെയാണ്. പി എം മനോജ്, പി എം മനോജ്, അവിടെ സ്ത്രീ പ്രശ്നം, സ്ത്രീ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആക്രമിക്കപ്പെടുന്നു എന്ന അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ ആക്രമിച്ചാൽ പെട്ടെന്ന് തളരുമെന്നൊരു ബോധം നമുക്കുണ്ട്. അതൊക്കെ നിലനിൽക്കുന്ന വസ്തുതകൾ തന്നെയാണ്. ആ രീതിയിലുള്ള സ്ത്രീ വിരുദ്ധത അത് താങ്കൾ പറഞ്ഞ പോലെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. അത് സോഷ്യൽ മീഡിയയുടെ മാത്രം പ്രശ്നമല്ല എന്ന് താങ്കൾ ആദ്യമേ വിശദീകരിക്കാൻ ശ്രമിച്ചു. ഇവിടെ എങ്ങനെയാണ് ഈ രീതിയിൽ ഇടപെടുന്ന സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടത്? അല്ലെങ്കിൽ ദേവിക പറഞ്ഞതുപോലെ അത് അവർ തന്നെ ആർജിച്ചെടുക്കേണ്ട തൊലിക്കട്ടിയാണോ? അല്ലല്ല, അത് സമൂഹം പിന്തുണച്ച് സമൂഹത്തിൻ്റെ കൃത്യമായ പരിലാളനയോടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് ഈ പ്രീതാജി, ഞാൻ ഈ അടുത്ത കാലത്ത് വിവാദം വന്നപ്പോഴാണ് അവരെ ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാനൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അതിലിടപെടുന്നത്. ഒന്ന്. രണ്ട്, ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ആക്ടിവിസ്റ്റ് ജയദേവിക, അവർക്ക് ഇപ്പോൾ ആവർത്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നാം സമൂഹത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാത്ത പല വാക്കുകളും ഈ പ്രീത GPയുടെ പ്രൊഫൈലിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. എനിക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ ഒരു ചാനൽ ചർച്ചയിലൊന്നും, ഒരു പൊതുജനങ്ങളാകെ കാണുന്ന ചാനൽ ചർച്ചയിൽ പറയാൻ പറ്റാത്ത ഒരുപാട് വാക്കുകൾ അതിലുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അത് അവരുടേതല്ല, വേറെ ആരുടെയെങ്കിലും പ്രൊഫൈലാണെങ്കിൽ അത് അവർ പറയട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ഏതെങ്കിലും പരിഗണന കിട്ടാൻ വേണ്ടിയാണ് അവർ ഇതുവരെ ഇടപെട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന ചോദ്യം. സമയം മാത്രം ഇടപെടുന്നു. ഒരുപക്ഷെ ദേവികയ്ക്ക് കൂടുതൽ വിശദീകരിക്കാനും ഉണ്ടാകും, ക്ഷമിക്കുക. ഡിഫോക്കസിന്റെ ഈ എപ്പിസോഡോട് പൂർണ്ണമാവുന്നു. ജയദേവിക, PM മനോജ്, പ്രീത ജി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. നാളെ വീണ്ടും മറ്റൊരു വിഷയവുമായി. നമസ്കാരം.